നഊദു ബില്ലാഹ്. ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട്, ഭർത്താക്കന്മാരെ ചതിച്ചുകൊണ്ട് പാതിരാ സമയത്ത് പോലും ഏതോ ചെക്കന്മാരോട് കുശലം പറയുന്ന, വീട്ടിന്റെ ഉള്ളറയിൽ ഇടം കൊടുക്കുന്ന പെൺകുട്ടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നഊദു ബില്ലാഹ്. മോളെ, പെങ്ങളെ, അരുത് അരുത് അരുത്. പുരുഷന്മാരോട് പറയട്ടെ, ഭാര്യ നമ്മുടെ മക്കളുടെ ഉമ്മയാണ്, നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. ഭാര്യമാരെ ചതിക്കരുത്, ഭാര്യമാരെ വഞ്ചിക്കരുത്. ഭാര്യമാരെ ഒരിക്കലും, സ്വന്തം ഭാര്യയെ ചതിച്ചിട്ട് പാതിരാ സമയത്ത് പോലും മറ്റു പെൺകുട്ടികളോട് കുശലം പറഞ്ഞ് ജീവിക്കുന്ന പുരുഷന്മാർ ഈ ഉമ്മത്തിൽ വ്യാപിക്കുന്നുണ്ട്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. റസൂലുള്ളാഹിന്റെ ഖൽബ് പൊട്ടിക്കരുത്. അതൈതു ഇലൈക യാ സനദി വഅൻത ദഖീറതി ലിഗദി ശഫീഅൽ ഖൽഖി ഖുദ് ബിയദി വകുൽ ഗൗസി റസൂലല്ലാഹ്. അല്ലാഹു തആല അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. ഞാനിപ്പോ സാധാരണക്കാരായ പിതാക്കളിന്റെ അനുജന്മാർ, ഉമ്മപെങ്ങന്മാരുള്ളത് കൊണ്ട് ഈ സമയം ഒന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. ലോകത്തെന്ത് കൊടുത്താലും കിട്ടാത്ത രണ്ട് മുത്തുകൾ ഒന്ന് ഉമ്മയും വാപ്പയുമാണ് എങ്കിൽ, പ്രിയപ്പെട്ട അനുജന്മാരെ, ചെറുപ്പക്കാരായ കുട്ടികളോട് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞു, മോനെ, ഈ ഉപ്പാക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട്, മോനത് സാധിപ്പിച്ചു തരൂ ഉപ്പാ. എന്താണ്? ആ പാറക്കല്ല് വലിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പോയി നോക്കും, വാപ്പ പറഞ്ഞാൽ ഞാൻ തട്ടൂല, എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും. മോനെ, മോനെ, എനിക്ക് ആ പാറയെ വേറൊരാഗ്രഹമില്ല. എന്റെ കുട്ടി സ്വർഗത്തിൽ പോയിട്ട് ഈ വാപ്പ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും എനിക്ക് കൊണ്ടുവരുമോ? അല്ലാഹ്, കാരവന്മാരെ വാപ്പാക്ക് തരുമോൻ. കുട്ടി പറയ, ഉപ്പാ, സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരേണ്ട കുറച്ച് സമയം പിടിക്കും കേട്ടാ. അല്ലാഹു സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടു. ആ കുട്ടി ഓടുകയാണ്. മഹാനവറുകൾ എവിടത്തേക്കാണ് എന്റെ മോൻ ഓടുന്നത്? നോക്കുമ്പോൾ സ്വന്തം വീട്ടിലേക്കാണ്. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ഉമ്മയുടെ ചാരത്ത് ഓടിയെത്തിയിട്ട്, ഉമ്മ, ആ കാലൊന്ന് പൊക്കട്ടെ ഉമ്മ. മോനെ, എന്തിനാണ്? ഉപ്പാക്കും നിനക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയല്ലേ. ഉമ്മ കാലൊന്ന് പൊക്കിയാലും. സഹോദരങ്ങളെ, കാലും ഉമ്മ പൊക്കി. അവിടുന്ന് ധരിച്ച ചെരുപ്പിന്റെ ചുവട്ടിൽ അല്പം മണ്ണുണ്ട്. ആ മണ്ണ് കുട്ടി കൈകൊണ്ട് വടിച്ചെടുത്തിട്ട് ഒരു പേപ്പർ ഇട്ട് ചുരുട്ടി ഓടി വന്ന്, ഉപ്പാ, ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്ന, സ്വർഗത്തിലെ മണ്ണാണ് ഉപ്പാ. സ്വർഗത്തിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് മണ്ണ് കിട്ടി, അത് ഞാൻ എന്റെ വാപ്പാക്ക് കൊണ്ടുവന്നതാണ്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടുകൂടെ, മിൻ ഐന ജിഅത ബിഹി, മോനെ, ഏത് സ്വർഗത്തിൽ നിന്നാണ്? ആ കുട്ടി പറഞ്ഞു, ഉപ്പാ, മിൻ തഹ്തി ഖദമി ഉമ്മി, വാപ്പ എന്നോട് സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. ഉപ്പാ, ഭൂമിയിലെ എന്റെ സ്വർഗം എന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലല്ലേ. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് മണ്ണ് കിട്ടി, ഞാൻ ആ മണ്ണുമായി വന്നതാണ്. മഹാനവറുകൾ കണ്ണീരൊടുക്കിക്കൊണ്ട്, മോനെ, വാപ്പയുടെ കാല് സ്വർഗമാണെന്ന് ഉറപ്പിച്ച കരളെ, ഉമ്മയുടെ കാല് സ്വർഗമാണെന്ന് ഉറപ്പിച്ച മോനെ, ഈ ഉപ്പയുടെ കാലോ അൽ വാലിദാരി ബാബാരി മിൻ അബ്വാബിൽ ജന്ന. സ്വർഗത്തിൽ പോകുമ്പോൾ രണ്ട് വാതിൽ കാണും മോനെ. ഒന്ന് നിന്റെ ഉമ്മയാ, മറ്റൊന്ന് ഞാനാണ്. മോനെ, ഈ വാപ്പയുമാണ്. ഉമ്മയുടെ കാല് സ്വർഗമാണെന്ന് ഉറപ്പിച്ച മോനെ, ഈ വാപ്പയുടെ കാലും സ്വർഗമാണെന്ന് ഉറപ്പിക്കണം. ഇത് ലുഖ്മാൻ തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നുവെങ്കിൽ എന്റെ കുട്ടികളോട്, അനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, മക്കളെ, ഈ യുഗം മാതാപിതാക്കളെ മറക്കുന്നൊരു ചുറ്റുപാടാണ്. ഞാൻ എന്റെ മക്കളോട്, ദീൻ പഠിക്കുന്ന എന്റെ മുതഅല്ലിമീങ്ങളോട് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മോനെ, എന്ത് പറഞ്ഞാലും ഞാൻ ഉസ്താദ് വലിയ മുവഫഖീങ്ങളായ ശൈഖുനടക്കം, അഹ്സൻ ഉസ്താദ് അടക്കം വലിയ മുവഫഖീങ്ങളായ വലിയ തഹഖീഖുള്ള പണ്ഡിത മുത്തുകളാണ് ഇരിക്കുന്നത്. ഞാൻ അവരെത്തി അഹ്സൻ ഉസ്താദ് കാണാൻ ചീന പറയുകയാണെങ്കിലും ബഹുമാനപ്പെട്ട വഹാബ് ഉസ്താദിന്റെ ഉസ്താദ് കൂടിയ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, എന്റെ നല്ലവരായ പ്രിയപ്പെട്ട ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുക, എന്താണെങ്കിലും വിജയം ഉമ്മ ഉപ്പ നമ്മുടെ ഗുരുനാഥന്മാർ. ഞാൻ ഈ മക്കളെ ഇരുത്തിക്കൊണ്ട് ധാരാളം കുട്ടികൾ ഇവിടെ നിന്ന് നാളെ ഇറങ്ങുന്നുമുണ്ടെന്ന് പറഞ്ഞപ്പോ
ഞാനൊരു ഉപദേശിക്കുകയല്ല, ഉസ്താദുമാരുടെ പൊരുത്തത്തോടുകൂടെ രണ്ട് വാക്യം പറയുകയാണ്. നിങ്ങളുടെ അഭിമന്യ ഗുരുനാഥന്മാരുടെ അരികിൽ വെച്ച് ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഓ എന്റെ കുട്ടികളെ, ഇൻഷാ അല്ലാ ഉമ്മ ഉപ്പ അതിലേറെ വലുതാണ് നമ്മുടെ ഗുരുനാഥന്മാർ. പഴമക്കാര് പറയും 3 സാധനം കെട്ട, സമയം പോയി, സമയം കഴിഞ്ഞാൽ എന്താ ചെയ്യാ, 3 സാധനം കെട്ടാ ഒന്നിനും പറ്റൂല. നമ്മുടെ കൊല്ലം ജില്ലയിലൊക്കെ അങ്ങനൊക്കെ പറയാറുണ്ട. ഒന്ന് കോടിമുട്ട കെട, കോടിമുട്ട കെട്ടാ വലിച്ചെറിയല്ലേ ചെയ്യ. മറ്റൊന്ന് കുമ്പളങ്ങ കെട, കുമ്പളങ്ങ വലിച്ചെറി. മൂന്നാമത്തൊന്നും ഓർമ്മപ്പെടുത്തുന്നു എന്റെ കുട്ടികളെ ഒരു വാക്യാത്ത്. സാധാരണ ഞങ്ങളൊക്കെ പറയാറുണ്ട്, എന്റെ പ്രായത്തിലുള്ള ഒരു സഹോദരൻ അപാര കഴിവുള്ള ആളാണ്. പേര് പറഞ്ഞ ചിലപ്പോൾ അഹ്സുൽത്താനൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. അപാര കഴിവുള്ള ഒരാളാണ്. കഴിവെന്ന് പറഞ്ഞാല് അയാളൊരു കമ്പ്യൂട്ടറാണ്. ആ മനുഷ്യൻ 3 മണിക്കൂർ ക്ലാസ് കേട്ട് അതുപോലെ എടുക്കും. എനിക്ക് പരിചയമുള്ള ആളാണ്, എന്റെ കൂട്ടുകാരനാണ്, ആഖിറത്തിലേക്കുള്ള സഹോദരനാണ്. അയാള് കോളേജ് വിട്ടിട്ട് ഒരു കൊല്ലായപ്പോഴേക്കും 10ഓളം പള്ളികൾ ജോലി ചെയ്തു. മക്കളെ, നിങ്ങളൊക്കെ താല്പര്യം എന്താ? ഒരു കൊല്ലം 10 സ്ഥലത്ത് ജോലി ചെയ്യലാണ് നല്ലത്? മോനെ ചോട്ടക്കുട്ടി, 10 കൊല്ലം ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ നല്ലത്? ചിലപ്പോ ചില കുട്ടികൾക്ക് തോന്നും, ഉസ്താദെ ഒരു കൊല്ലം 10 സ്ഥലത്ത് 10 അട്ടിപ്പാത്രം കൊണ്ടുവിടെ എന്നല്ലേ. അതല്ല മക്കളെ, അത് ശരിയല്ല. 10 കൊല്ലം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക, അത് വല്ലാത്ത അനുഗ്രഹം അല്ലേ? അജരെ അങ്ങനെ തന്നെ അല്ലേ? കണ്ണടച്ച അജര് അങ്ങനത്തെ യാഥാർത്ഥ്യമല്ലത്. ഒരു കൊല്ലം 10 കൊല്ലം ഒരു സ്ഥലത്ത്. ഇയാള് ഒരു കൊല്ലമായപ്പോഴേക്കും 10 സ്ഥലത്താ ജോലി ചെയ്ത്. അപ്പൊ ഞാൻ അയാളെ കണ്ടപ്പോ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, മോളിങ്ങനെ ചാടി നടക്കുന്നേ. അപ്പൊ ഇയാൾ എന്നോട് പറയാ, സലാം മുസ്ലിയാരെ, ഞാൻ എവിടെയൊന്നും ചെയ്തിട്ടില്ല. എന്തോ ഒരു മാസമായ ഒന്നുകിൽ കമ്മിറ്റിക്കാർക്ക് വെറുപ്പ്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വെറുപ്പ്. ഞാൻ നല്ല പ്രഭാഷകനാണ്, നല്ല വായിലാണ്, നല്ല എഴുത്തുകാരാണ്. എന്ത് എഴുത്തുകാരനാണെന്നറിയാം. പക്ഷെ അയാൾ എന്നോട് പറയാ, ഞാനൊന്ന് എന്തോ പെട്ടെന്ന് ആ മഹലിൽ ആർക്കെങ്കിലും ഒരു വെറുപ്പുണ്ടാവും. അപ്പൊ എന്നോട് പോകാൻ പറയും, ഞാൻ പോകും. എന്നിട്ട് എന്നോട് ഇയാൾ പറഞ്ഞു, ഞാൻ ഉസ്താദ്മാരൊക്കെ ഇരുത്തി പറയാം, ഉസ്താദിനിടയ്ക്ക് ഇരുത്തി ഞാൻ പറയട്ടെ. എന്നോട് അയാൾ പറയാ, ഞാനൊരു വിസക്ക് കൊടുത്തിട്ടുണ്ട്, ഗൾഫ് പോകാണ്, നല്ലൊരു മുദരിസ് കൂടിയാണ്. അപ്പൊ ഞാൻ ഗൾഫ് പോകാണ്. ഓ, മനസ്സൊന്ന് പതറിയട്ടാ. അങ്ങനെ 1.5 കൊല്ലം കഴിഞ്ഞ അയാൾ വന്നപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ദർസും വഅദൊക്കെ മുടക്കിയിട്ട് അറബികളെ ഡാഷ് എന്നൊക്കെ കളിയാക്കല്ലോ അജരെ? അങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, അൽഹംദുലില്ലാ, കുതുബ് ഖാനയിൽ കിതാബ് എടുത്ത് കൊടുക്കണ പണി എനിക്ക്, അൽഹംദുലില്ലാ. ഞാനും പറഞ്ഞു, അയാളും പറഞ്ഞു. ആ ഷഅബാനിൽ ഞാൻ ഗൾഫിൽ പോയി. ഞാൻ പ്രവർത്തകനോട് അങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളോട്, മുതഅല്ലിമീങ്ങളോട്, എന്റെ കൊച്ചനുജന്മാരും എന്റെ കുട്ടികൾ എന്ന പ്രായത്തിലുള്ള മക്കളോട് ഞാൻ പറയാ, ആ ഒരു താടി വെച്ചൊരു മനുഷ്യനെ വഴിയിൽ പറഞ്ഞാൽ എനിക്ക് മൈക്കിലൂടെ പറയുമ്പോ വിഷമുണ്ട്. ബാത്റൂം അടിച്ചു വാരുന്ന ജോലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഞാൻ കണ്ടു. ഉടനെ ഞാൻ വാഹനം നിർത്തിച്ച്, എനിക്ക് പരിചയമുള്ള ആളെയാണ്, ചെന്നപ്പോ ആചാര്യ ഒരു പിടുത്തിയ മനുഷ്യൻ, ഈ വലിയൊരു ഉസ്താദ്. എന്റെ ഡ്രസ്സൊക്കെ ഒരു വഴിക്കായി, കാരണം അയാൾ ഡ്രസ്സ് അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കുതുബ് ഖാനയിൽ കിതാബ് എടുത്തു കൊടുക്കുന്ന പണിയാന്നല്ല നിങ്ങൾ പറഞ്ഞു? അപ്പൊ എന്നോട് പറയാ, എന്റെ വേദന പറഞ്ഞു തീർത്തതാണ്. ഇവിടെ വന്നത് മുതൽ ഈ പണിയാ, വലിയൊരു ഓഫീസിലേക്ക് കൊണ്ടുവന്നതാ, കിട്ടിയ പണി ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മനുഷ്യ, എന്തോ ഒരു പന്തികേട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലാർ. നിങ്ങളെ വാപ്പാനച്ചിന്റെ ഉപ്പ പാവ, എന്റെ ഉപ്പയുടെ മുഖത്ത് ഞാൻ വിരൽ ചൂണ്ടിന്ന് വരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ ദർസിൽ പഠിപ്പിച്ച ഉസ്താദുമാരെ നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടായിരുന്നു? അപ്പൊ ഈ സഹോദരനോട് പറയാ, ഇല്ല, എന്റെ ഉസ്താദുമാർ അവരാണ് എന്റെ എല്ലാമെല്ലാം, ഒരൊറ്റ ഉസ്താദിനെ ഞാൻ കരയിപ്പിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ താഴോട്ട് പോയി, അജരെ മദർസിൽ പഠിപ്പിച്ച ഉസ്താദുമാരെ നിങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടായിരുന്നു? അപ്പൊ ഇയാൾ എന്നോട് പറയാ, ഇല്ല സലാം മുസ്ലിയാരെയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ താഴോട്ട് പോയി, നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പല മാഷുമാരെ ടീച്ചർമാരെ ഞങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മക്കളെ, ഈ വലിയൊരു മഹാൻ, ആ മനുഷ്യൻ ഒരു മരം പോലെ തരിച്ചു നിൽക്കുക. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എൻ്റെ ഒരു ടീച്ചറെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ട്. ഒരു പൊട്ട് വെച്ച ഹൈന്ദവ സഹോദരിയെ, ഒരു ഹിന്ദു ടീച്ചറെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ടീച്ചറെ പറഞ്ഞത്? എൻ്റെ ടീച്ചർ വെച്ച് തടിയുള്ള ടീച്ചറായിരുന്നു. അപ്പൊ എനിക്കന്ന് 5ാം ക്ലാസ് 10 വയസ്സല്ലേ ഉള്ളൂ. ടീച്ചർ ക്ലാസ് മുറിയിലേക്ക് റൂമിലേക്ക് വന്നപ്പോ ഞാൻ തടിച്ചീന്ന് വിളിച്ചു, തടിച്ച ടീച്ചർ. അപ്പോ എന്റെ ക്ലാസ് റൂമിലെ കുട്ടികളൊക്കെ ചിരിച്ചു, ടീച്ചർ എന്ന് കരഞ്ഞു. അന്ന് വൈകുന്നേരം വരെ ഒരൊറ്റ ക്ലാസ്സും ടീച്ചർ എടുത്തില്ല.
ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആഖിറത്തേക്കുള്ള സഹോദരനാണ്. ഞാൻ ഉസ്താദിനെയും അതുപോലെ തന്നെ അശ്വസ്ഥാനക്ക് ഇരുത്തി പറയാ. ഞാൻ എൻ്റെ ആ സഹോദരന് പറഞ്ഞു, ആ ടീച്ചർ ജീവിച്ചിരിപ്പുണ്ടോ വിളിച്ച് ചോദിക്കണം നാട്ടിൽ. എന്നിട്ട് ഇവിടെയുള്ള ആളുകളോട് കൈ നീട്ടിയിട്ട് നാട്ടിൽ പോയി തിരിച്ചു വരാൻ ടിക്കറ്റ് നമുക്ക് എടുക്കാം. ആ ടീച്ചറെ വീട്ടുമുറ്റത്ത് ചെന്നിട്ട് അവിടുത്തെ മോനാണെന്ന് പറയണം നിങ്ങൾ. സംഭവം നിങ്ങളോട് പറയട്ടെ. സംഭവം ഒരുങ്ങി പോയി. നാട്ടിലെത്തിയ ടീച്ചർ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ വരാന്തിയിൽ ടീച്ചർ ഇരിക്കുന്നുണ്ട്. ഈ ടീച്ചറുടെ വീട്ടുമുറ്റത്ത് വരാന്തിയിൽ പോയിട്ട് നിലത്തിരുന്നിട്ട് ഈ മഹാൻ പറഞ്ഞു, അവിടുത്തെ മോനാണ്. ഞാൻ ഇങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞറിയോ? മോനെ, അതെന്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. അല്ലോ, പിന്നെ ആ മനുഷ്യന്റെ പണ്ട് തന്നെ തലയിൽ കൈവച്ചിട്ട് ആ ടീച്ചർ പറഞ്ഞു, ഇന്നു മുതൽ മോനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. അന്നു മുതൽ എന്റെ കുട്ടികളെ ആ മനുഷ്യന്റെ തലയിൽ നിന്നൊരു ഭാരം പോയി. ഇന്ന് അയാൾ മുഖേന 10-200 ദാഴികളെ വളർത്തുന്നുണ്ട്. നോക്കി നിങ്ങൾ, ഒരു സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറെ കരീപ്പിച്ചാൽ വാട്സപ്പ് ലോകമാണ്. എന്റെ കുട്ടികളെ ആർക്കും എന്തു പറയാം. നമുക്കൊരു അക്ഷരം പഠിപ്പിച്ച ഒരു ഗുരുവിന്റെയും വേദന നമ്മൾ പറ്റരുത്. ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും കരയിപ്പിക്കരുത്, ഒരാളെയും വിഷമിപ്പിക്കരുത്. ഈ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യൻ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കരയരുത്. ആ നിലക്ക് റാഹത്തോടെ മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല നമ്മെ പെടുത്തുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. വഹാബ് ഉസ്താദ് എൻ്റെ ഒരു അനുജെന്ന് പറഞ്ഞാൽ പറയാലോ അപ്പുറമുള്ള ഒരാളാണ്. പിന്നെ ഇവിടെ വന്നപ്പോ ഹസൻ ഉസ്താദ് ഇതിന്റെ നല്ല കടിഞ്ഞാൻ പിടിച്ചിരുന്ന ആളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ ഉസ്താദാണ് നേതൃത്വത്തെ. വന്നപ്പോ വല്ലാത്തൊരു സന്തോഷം. നിങ്ങൾ പൊരുത്തപ്പെടണോ? ഞാൻ വൈകിച്ചതല്ല, ട്രെയിൻ വൈകിയതാണ്. ഞാൻ നേരത്തെ ഇങ്ങനെ നടക്കുന്ന ആളാണ്. ഇവിടെ ഒരു 5 മണി മുമ്പ് എത്തേണ്ട ആളാണ് ഞാൻ. ട്രെയിൻ ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊരു വെറുപ്പൊന്നും ഉണ്ടാവില്ല. ഞാൻ ചെറിയ ദർശനത്തുന്ന ആളാണ്. അപ്പൊ എങ്ങനെയൊക്കെ സുബീക്കാണ്ട് എത്തും പാടും. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഘട്ടത്തിൽ ഞാൻ വരും. വല്ലാത്ത താല്പര്യമുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ ഞാൻ വരും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എനിക്ക് ഒരു ഉസ്താദൊന്നും എന്നോട് ഒരു വെറുപ്പും വിചാരിക്കരുത്. പിന്നൊരിക്കെ ഇൻഷാ അല്ലാഹ് വന്ന് നല്ല മഴ പറയാനും ഒക്കെ എല്ലാ നിലക്കും സന്തോഷത്തോടു കൂടെ നമുക്ക് കൂടണം. നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. മഹാനായ ഉസ്താദ് അവറുകൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദ് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേക്കല്ലേ, തങ്ങൾ വരികയാണ്. ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ദുആ ചെയ്ത് പിരിയും, ദീർഘമാക്കൂല. അത് ഉറപ്പുള്ള കാര്യമാണ്. തങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്കും അത് ഇഷ്ടമുള്ള കാര്യമാണ്. ദീർഘമായി സംസാരിക്കുന്നതോ ഒരുപാട് ദ്വാരന്ന് ബുദ്ധിമുട്ടാകുന്നതൊന്നും തങ്ങൾക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് സയ്യിദ് അവറുകൾ ദാണ്ട് വരുന്നു എന്ന് പറയത്തക്ക രൂപത്തിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ചെറിയ മിനിറ്റിൻ്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ടവർ വരും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ നമുക്ക് കേട്ട് മതിയായിട്ടില്ല. എൻ്റെ അടുത്തിരുന്ന ഉസ്താദ് പറഞ്ഞു, കണ്ണ് നിറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് പോകണ്ട എന്ന് പറയാൻ പറ്റുമോ? അതേപോലെ ഇൻഷാ അല്ലാഹ് ചീരണി ചെറിയൊരു ഭക്ഷണം ബറക്കത്തിന് ഇവിടെ ഉണ്ട്. ദുആ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ എത്തും. അത് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കൂട്ടത്തിൽ ധാരാളം ഉമ്മമാര് സഹോദരിമാര് തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഏറെ സന്തോഷം. അൽഹംദുലില്ലാഹ്. വളരെ വിശാലമായ ഒരു സ്ഥലം, വളരെ റാഹത്തുള്ള അച്ചടക്കമുള്ള ഒരു കേന്ദ്രം, വളരെ മനോഹരമായി സദസ്സിലേക്ക് മുവാജഹത്തായിട്ട് ഇരുന്ന് തൊട്ടടുത്ത് തന്നെ ഇരുന്ന് സൗകര്യപ്രദമായി നല്ല സത്തറോടുകൂടി നല്ല ഈമാനുള്ള ഉമ്മമാര് സഹോദരിമാർ അങ്ങനല്ലേ അവർ ചിന്തിക്കുന്നത്? അൽഹംദുലില്ലാഹ്. അന്യപുരുഷന്മാരെന്നൊക്കെ. എന്നാൽ ഈ സദസ്സിനോടടുത്ത് വളരെ അച്ചടക്കത്തോടെ നമ്മുടെ ഭൂമി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ആ ഭൂമിയിൽ അള്ളാഹു അതിൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ്